നമുക്ക് ഇന്ധനക്ഷാമത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും ഇറാനും തമ്മിൽ ചർച്ച നടത്തും. ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി കടത്തിവിടുന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച. ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ ചർച്ച നടക്കും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ ബ്രിക്സ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. അങ്ങനെ ആ കപ്പലുകൾ കടന്നാൽ ഒരു പരിധിവരെ നമ്മുടെ ഇന്ധന ക്ഷാമത്തിന്, നമ്മുടെ പാചകവാതക ക്ഷാമത്തിനൊക്കെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുമോ? ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട അജണ്ട ഈ കപ്പലുകൾ കടത്തിവിടുന്നതല്ല, മറിച്ച് ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇറാൻ വിദേശകാര്യ സഹമന്ത്രി ഡൽഹിയിലെത്തുന്നുണ്ട്. മെയ് 14-15 തീയതികളിലാണ് ഡൽഹിയിൽ ഈ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെയും ഷെർപ്പമാരുടെയും യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി, ആദ്യം വിദേശകാര്യ മന്ത്രി എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പിന്നീട് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇറാനിലെ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി ഇന്ത്യയിൽ എത്തിച്ചേരുന്നതായിരിക്കും, ഡൽഹിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. ആ വരുമ്പോഴായിരിക്കും അദ്ദേഹം ഈ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ എത്തുമ്പോഴായിരിക്കും, ഇറാൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ എത്തുമ്പോഴായിരിക്കും ഇന്ത്യയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ഈ ചർച്ച നടക്കുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ യുദ്ധം അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 10 ഇന്ത്യൻ കപ്പലുകളാണ് ഈ ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുള്ളത്. അതായത് അത് നയതന്ത്ര തലത്തിൽ ഇന്ത്യ നടത്തിയ ഇടപെടലുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇറാൻ ഈ 10 കപ്പലുകൾക്ക് സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടക്കുവാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിരുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഈ ഇന്ധന ഉപഭോഗത്തിൻ്റെയൊക്കെ മറ്റ് കണക്കുകൾ നോക്കുമ്പോൾ അത് തികച്ചും അപര്യാപ്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രശ്നത്തിന് നയതന്ത്ര തലത്തിലുള്ള ഇടപെടലിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീക്കം നടത്തുന്നത്. വളരെ സുപ്രധാനമായിരിക്കും ഈ ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടക്കുന്ന ഇന്ത്യ ഇറാൻ ഈ വിദേശകാര്യ മന്ത്രി തലത്തിൽ നടക്കുന്ന ഈ ചർച്ചകൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ, അതായത് പോസിറ്റീവായ ഒരു ഔട്ട്കം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഇന്ധന പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. 14-15 തീയതികളിലാണ് ഇത് ഇറാന്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ ഡൽഹിയിൽ ഉണ്ടായിരിക്കുക.